കൊല്ലം ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ സ്വർണ്ണ കൊടിമരത്തിൽ അന്വേഷണം എങ്ങുമെത്തിയില്ലെന്ന പരാതിയും. കൊടിമരം സ്ഥാപിച്ച് 3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ കൊടിമരത്തിന് നിറം മങ്ങി ക്ലാവ് പിടിച്ചു. 6 കിലോ സ്വർണം കൊണ്ടാണ് കൊടിമരം നിർമ്മിച്ചത്. പിന്നീട് നിറം മങ്ങിയതോടെ മാറ്റി ചെമ്പ് കൊടിമരം സ്ഥാപിക്കുകയായിരുന്നു. 2013 കൊടിമരം സ്ഥാപിച്ചത്. കൊടിമരം സ്ഥാപിച്ച കൂടെ 5 കിലോ സ്വർണ്ണത്തിനാണ് ഉപയോഗിച്ച് സ്വർണ്ണ കൊടിമരം പണിഞ്ഞത്. 3 മാസം കഴിഞ്ഞപ്പം കൊടിമരം കറുത്തുപോയി. കറുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബോധ്യപ്പെട്ടപ്പോൾ നമ്മൾ ദേവസ്വം ബോർഡിന് പരാതി കൊടുത്തു. ദേവസ്വം ബോർഡിന് പരാതി കൊടുത്ത് അവർ അന്വേഷണമൊന്നും നടത്താത്തതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് ഓംബുഡ്സ്മാനെ അറിയിച്ചു. ഓംബുഡ്സ്മാൻ ഇവിടെ വന്ന് പരിശോധിച്ചതിനകത്ത് ക്ലാവ് പിടിച്ച കാര്യം ഹൈക്കോടതിയെ അറിയിച്ചു. ഹൈക്കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് ദേവസ്വം വിജിലൻസിന് അന്വേഷണ ചുമതല കൊടുത്തത്. ദേവസ്വം വിജിലൻസ് അന്വേഷിച്ച് ഇത് അഴിമതിയാണെന്ന് കണ്ടെത്തി, അഴിമതി ഉണ്ടെന്ന് കണ്ടെത്തി. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, 6 കിലോ സ്വർണം കൊണ്ട് നിർമ്മിച്ച ഈ കൊടിമരമാണ് 3 മാസത്തിനുള്ളിൽ തന്നെ ക്ലാവ് പിടിച്ചത്. അതായത് വലിയ ക്രമക്കേട്, അഴിമതി നടന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? KP അതുതന്നെയാണ്. 2013 ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ കൊടിമരം സ്ഥാപിക്കുന്നത്. സ്വർണ്ണ കൊടിമരം സ്ഥാപിച്ച് 3 മാസങ്ങൾക്ക് ശേഷം ഇത് ക്ലാവ് പിടിക്കുന്നു. തുടർന്ന് ഈ കൊടിമരം ഇവിടെ നിന്നും മാറ്റാൻ, അതായത് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി പിന്നീട് ഒരു ചെമ്പ് കൊടിമരം സ്ഥാപിക്കാൻ ഉത്തരവാകുന്നു. ചെമ്പ് കൊടിമരം സ്ഥാപിക്കുന്നു. അതിനുശേഷം ഈ പറയാണ് ഈ കൊടിമരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ പറകൾ പലതായി ചേർത്ത് പിടിപ്പിച്ചിട്ടാണ് ഈ കൊടിമരം നിർമ്മിക്കുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന സ്വർണ്ണ കൊടിമരത്തിൻ്റെ ആ സ്വർണ്ണ പറകൾ പിന്നീട് ഹരിപ്പാട്ടെ ദേവസ്വം ബോർഡിൻ്റെ സ്ട്രോങ് റൂമിലേക്ക് കൊണ്ടുപോയി എന്നാണ് വിവരം. അവിടെ ചാക്കിലാക്കി കെട്ടി സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇതിനെപ്പറ്റി ഈ ഭരണസമിതി അംഗങ്ങളായിരുന്നവരും ഈ പ്രദേശവാസികളും ഒക്കെ ചേർന്ന് അന്വേഷണം നടത്തി പരാതിപ്പെട്ടപ്പോൾ പിന്നീട് അതിൽ പരിശോധന വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഓംബുഡ്സ്മാനെയാണ് ആദ്യം അറിയിക്കുന്നത്. അതിനുശേഷം ദേവസ്വം വിജിലൻസിൻ്റെ പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതിൽ ഇവർ പരിശോധിച്ചതിൽ നിന്ന് ഈ നിറം മങ്ങിയ നിലയിലാണ് ഈ പറകളുള്ളത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അതെങ്ങനെയാണ് നിറം മങ്ങുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ക്ലാവ് പിടിക്കുന്നത് എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നതാണ്. ഇതേ സമയം തന്നെ ദേവസ്വം ബോർഡ് വിജിലൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണ റിപ്പോർട്ട് കൃത്യമായും ഈ സ്ട്രോങ് റൂമിലുള്ള പറകളൊക്കെ കറുത്തു പോയിരിക്കുന്നു എന്നൊക്കെയാണ്. എന്തായാലും വിചിത്രമായിട്ടുള്ള ന്യായങ്ങൾ വരുന്നു. എങ്കിൽ പോലും ഈ സ്വർണ്ണ കൊടിമരം വീണ്ടും ഇവിടേക്ക് എത്തിക്കണം, ഇവിടെ സ്ഥാപിക്കണം എന്നുള്ളതാണ് ആവശ്യം. അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നതാണ് ആവശ്യം. കാരണം ഒരു അന്വേഷണവും അതിൽ കൃത്യമായി നടന്നിട്ടില്ല എന്നുള്ളതാണ്. നമുക്കിപ്പം ഇപ്പോൾ ഈ നേരത്തെ ഭരണസമിതി ന്റെ മകൻ കൂടെയാണ്, അദ്ദേഹം ചേരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളൊക്കെ നിയമസാധ്യതയും അതോടൊപ്പം തന്നെ ഈ അന്വേഷണം വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. ഏത് തരത്തിലാണ് ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയത്? 2013 6 കിലോ സ്വർണം ഉപയോഗിച്ച് 1,65,00,000 രൂപയ്ക്ക് നാട്ടുകാരുടെ വിഹിതമായിട്ടാണ് ശാസ്താംകോട്ട അമ്പലത്തിലെ കൊടിമരം സ്വർണം നാട്ടുകാരുടെ ഭഗവാന്റെ താല്പര്യപ്രകാരം പൂശിക്കൊടുത്തത്. പക്ഷേ 3 മാസം കഴിഞ്ഞപ്പം ഈ സ്വർണ്ണ കൊടിമരത്തിനകത്ത് നിറവ്യത്യാസം കണ്ടതിനെ തുടർന്ന് നമ്മൾ അന്നത്തെ ചീഫ് എഞ്ചിനീയറായിട്ടുള്ള ജോളി ഉല്ലാസുമായിട്ട് ബന്ധപ്പെടുകയും ഇതിനകത്ത് നിറവ്യത്യാസം ഉണ്ടെന്ന് അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്ന് നമ്മൾ ഓംബുഡ്സ്മാന്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓംബുഡ്സ്മാന് പരാതിപ്പെട്ടതനുസരിച്ച് ഇതിൻ്റെ ദേവസ്വം ബോർഡ് വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കുകയും ഇതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ട് പ്രാഥമികമായിട്ട് വിലയിരുത്തി ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. പക്ഷേ അന്നത്തെ ഉപദേശ സമിതിയും ദേവസ്വം ബോർഡും കൂടെ ഇതങ്ങനെയല്ല, ഇതിനകത്ത് അഴിമതി നടത്തിയിട്ടില്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും നമ്മളപ്പോൾ ഹൈക്കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി ഉത്തരവ് പ്രകാരങ്ങൾ ഇതിനകത്തിൽ ഫോറൻസിക്കിൻ്റെ അന്വേഷണം നടന്നു. അതേപോലെ തന്നെ ഇത് കാക്കനാട്ടെ ലീഗൽ മെട്രോളജിക്കാർ പരിശോധിച്ചു. അപ്പോഴല്ല ഇതിനകത്ത് സ്വർണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തർക്കം വന്നപ്പോൾ ഇത് സംസ്ഥാന വിജിലൻസിന്, കൊല്ലം ആസ്ഥാനമായിട്ടുള്ള കൊല്ലത്തെ വിജിലൻസിന് അന്നത്തെ അശോക് കുമാർ സാറ് നേതൃത്വത്തിലുള്ളൊരു സംഘം അന്വേഷിക്കുകയും ഇതിനകത്ത് സ്വർണ്ണമുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. അപ്പം സ്വാഭാവികമായിട്ടും സ്വർണ്ണമുള്ള ഒരു പറ, ചെമ്പ് പറകളിനകത്ത് സ്വർണ്ണം ഉണ്ടെന്ന് പറയുമ്പോൾ അതിവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അന്ന് ഇതിൻ്റെ അംശം കട്ട് ചെയ്തുകൊണ്ട് കൊണ്ടുപോയാണ് ഈ പരിശോധന നടത്തിയത്. അപ്പം 4 പറകളിൽ നിന്നാണ് ഇതിൻ്റെ അംശം ഒരു 2 സെൻറ്റിമീറ്റർ നീളത്തിൽ സ്ക്വയറായിട്ട് മുറിച്ച് കൊണ്ടുപോയത്. പക്ഷേ ഇപ്പോൾ അതിനകത്ത്
നമ്മുടെ വിജിലൻസിൻ്റെ കോടതി നമ്മളെടുത്ത് ഈ ഉത്തരവ് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് സ്വർണ്ണം ഉണ്ടായതുകൊണ്ട് ഈ കേസ് അവസാനിപ്പിച്ചതായിട്ടാണ് നമുക്ക് കിട്ടേക്കുന്ന വിധി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ സ്വർണ്ണ കൊടിമരം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ദേവസ്വം ബോർഡ് തരാൻ തയ്യാറല്ല. മറ്റൊരു കാര്യം, ഈ ക്ലാവ് പിടിക്കുക, അതായത് സാധാരണ സ്വർണ്ണം അങ്ങനെ നശിക്കാറില്ല, ക്ലാവ് പിടിക്കാറില്ല. പക്ഷേ ഇതിൽ മെർക്കുറി കൂടിപ്പോയതാണോ ഇത്തരത്തിൽ ക്ലാവ് പിടിക്കാറുള്ളത്? സ്വർണ്ണക്കൊടിമരം പണിയുക എന്ന് പറയുമ്പോൾ അത് പിന്നെ പ്രാഥമിക രീതിയിൽ അത് പിന്നെ നമ്മുടെ സ്വർണ്ണം പൂശുകയാണ്. ലെയറായിട്ട് ചെമ്പിനകത്ത് 7 ലെയറുകൾ പൂശുകയാണ് ചെയ്യുന്നത്. അത് ഇവിടെ പെട്ടെന്ന് കൊടിമരം വേണമെന്നുണ്ടായത് കൊണ്ട് 6 ദിവസം കൊണ്ടോ 7 ദിവസം കൊണ്ടാണ് ഈ സ്വർണ്ണം കൊടിമരം പണിഞ്ഞ് ചിട്ടപ്പെടുത്തിയെടുത്തത്. അതുകൊണ്ട് മെർക്കുറിയുടെ അംശം കൂടിപ്പോയത് കൊണ്ടും ഈ അതിന് താഴെ എന്ന് വെച്ചാൽ ഇത് ഈ സ്വർണ്ണപ്പാളികൾ ഈ ചെമ്പിനോടൊപ്പം ഉണ്ടെന്നാണ് ഈ പിന്നെ അന്വേഷണ റിപ്പോർട്ടുകളെല്ലാം വന്നിട്ടുള്ളത്. ഇപ്പോൾ നിലവിലിപ്പോൾ ഈ സ്വർണ്ണപ്പാളികൾ എവിടെയാണെന്ന്, ഈ സ്വർണ്ണപ്പാറകൾ എവിടെയാണെന്ന് പോലും കൃത്യമായ ഒരു വിവരം നൽകുന്നില്ല. എന്ന് വെച്ചാൽ 4 വർഷത്തോളം 2017 ഈ കൊടിമരം പൊളിച്ച് മാറ്റുന്നത്. ഇവിടെ തടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭക്തജനങ്ങളുടെ എല്ലാ ആവശ്യപ്രകാരം ഇവിടെ തടി നിൽക്കുകയാണ്. കൊടിമരം വേണം, അടയ്ക്കാമരത്തിലാണ് കൊടി കയറിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്നത്തെ ഉപദേശ സമിതിക്കാർ അന്ന് ഇവിടെ കൊടിമരം വേണമെന്നുള്ള ഒരു ഇത് മുന്നോട്ട് വെക്കുകയും ദേവസ്വം ബോർഡിനെ സമീപിക്കുകയും ചെയ്തു. പക്ഷേ അന്ന് ദേവസ്വം ബോർഡ് ഇത് തയ്യാറല്ല. ദേവസ്വം ബോർഡ് ഈ ഉപദേശ സമിതിക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അന്നത്തെ അനന്തഗോമൻ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവരെ ബോർഡ് ഓഫീസിൽ വിളിച്ചു വരുത്തിയിട്ട് ഇത് നമുക്ക് സ്വർണ്ണം പിന്നെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി നമുക്ക് പ്ലേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എല്ലാ അഴിമതികളും ഇപ്പോൾ ആന്ധ്രാപ്രദേശും തമിഴ്നാടും കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് എന്നുള്ള വസ്തുതാപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. തമിഴ്നാട്ടിൽ കൊണ്ടുപോയി പ്ലേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ സ്വർണ്ണം ഇരിപ്പുണ്ടല്ലോ, എന്തുകൊണ്ട് ആ സ്വർണ്ണം തിരിച്ച് റിട്ടേൺ തന്നുകൂടാ എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു 2 മാസത്തിന് ശേഷം ഇത് റിട്ടേൺ ചെയ്യണമെന്നുള്ളത്. പക്ഷേ തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ തർക്കം വന്നു കഴിഞ്ഞപ്പോൾ ഇത് പിന്നെ ഉരുക്കാനൊരു ശ്രമം നടത്തി. ഇതിനകത്ത് ഉരുക്കി ഇത് പിന്നെ എടുത്ത് മാറ്റി ഇതിനെ വേർതിരിച്ച് ഇതിൻ്റെ എത്ര കിലോ സ്വർണ്ണം ഉണ്ടെന്നുള്ളത് കണക്ക് കൂട്ടണമെന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം. പക്ഷേ ഇത് പ്ലേറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു അഴിമതിയുടെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെയും അതേപോലെ തന്നെ മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാരുടെ ചട്ടുകമായിട്ട് ഹൈന്ദവരെ മാറ്റി ഹൈന്ദവ ക്ഷേത്രങ്ങളെ മാറ്റുന്ന ഒരു അവസ്ഥയാണ്. അതൊരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല. മാത്രവുമല്ല ഇപ്പോൾ അതിന് പകരം ഈ സ്വർണ്ണം നമുക്ക് തരാതെ ഇവിടെ ചെമ്പ് കൊടിമരം സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ സ്വർണ്ണം എവിടെയെന്ന് ചോദിച്ചപ്പോൾ 2021 പിന്നെ ദേവസ്വം ബോർഡിൻ്റെ തിരുവാഭരണ കമ്മീഷണറായിട്ടുള്ള ശ്രീ ബൈജു സാറ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കറുത്തുപോയി എന്നാണ്. ഇത് ചാക്കിനകത്ത് കെട്ടിയാണ്. ഇത് ചാക്കിനകത്ത് കെട്ടി ഹരിപ്പാട്ടെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അത് അലക്ഷ്യമായി ഹൈക്കോടതി തന്നെ പറയുകയുണ്ടായി. ദേവസ്വം ബോർഡിൻ്റെ സ്വർണ്ണങ്ങൾ മൊത്തം അലക്ഷ്യമായിട്ടാണ്. ദേവസ്വം ബോർഡിന് യാതൊരുവിധ രീതിയിലും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇത് ഭക്തജനങ്ങൾക്ക് വേണ്ടി ദേവസ്വം ബോർഡ് വിട്ടുകൊടുക്കണമെന്നാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും അതുതന്നെയാണ് KP. ഇതിൽ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, നമ്മളോടൊപ്പം ഈ പരാതിക്കാരൻ കൂടെ ഇപ്പോൾ ചേരുകയാണ്. അദ്ദേഹമാണ് ഈ അന്ന് ഭരണസമിതിയിൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് നൽകിയിട്ടുള്ള പരാതിയാണ്. എന്തായാലും ഈ ക്ഷേത്രത്തിലൊരു സ്വർണ്ണ കൊടിമരം ഉണ്ടായിരുന്നു. ആ കൊടിമരം വീണ്ടും അതേ രീതിയിൽ തിരിച്ചു വരണമെന്ന് തന്നെയാണ് ആവശ്യം. അത് തന്നെയാണ് ആഗ്രഹം, അത് തന്നെയാണ് ആവശ്യം. നമ്മുടെ സ്വർണ്ണപ്പറ 2 വട്ടം പരിശോധിക്കുന്നത് സ്വർണ്ണമാണെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ പിന്നെ ഇത് ചാക്കി കെട്ടി വെക്കേണ്ട കാര്യമില്ലല്ലോ. അത് തിരിച്ചിവിടെ തന്നെ ഭഗവാനെ സമർപ്പിക്കുക. ശബരിമലയിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അതുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കാൻ പറ്റുന്നതാണ് ഇത്. പിന്നെ അതിനേക്കാട്ടിലും വലിയ കൊള്ളയാണ് ഇവിടെ നടന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇത് ചാക്കി കെട്ടി വെക്കാനുള്ളതാണോ? ഇത് 2 വട്ടം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനം BSSC പരിശോധിച്ച് സ്വർണ്ണമാണെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഇത് ചാക്കി കെട്ടി വെക്കേണ്ട കാര്യം എന്തോ? ചാക്കി കെട്ടി വെച്ചിട്ട് ഈ കൊടിമരം സ്ഥാപിക്കാൻ പോയപ്പോൾ ആ പറ ഇവിടെ ഈ പറ ഇവിടെ കൊണ്ടിട്ടാൽ മതിയായിരുന്നു, അത് റിട്ടേൺ ചെയ്താൽ മതിയായിരുന്നു. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞായിരുന്നു ഇത് ഇളക്കി പരിശോധിച്ച് കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ തന്നെ ഇത് തിരിച്ച് റിട്ടേൺ ചെയ്യണമെന്ന്. അത് ഇവർ പാലിക്കുന്നില്ല. അതിന് പകരം ഇത് ഹരിപ്പാട് ഷോറൂമിൽ കൊണ്ടുവന്ന് ചാക്കിനകത്ത് കെട്ടി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ മാസം എനിക്ക് വിവരാവകാശം തന്നേക്കുന്നത്. അപ്പം ദേവസ്വം ബോർഡിന്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അത് പ്രത്യക്ഷമായിട്ട് നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവരെ ഒരു പ്ലാൻ ചെയ്ത് ഇത് തമിഴ്നാട്ടിലും ബാംഗ്ലൂരും കൊണ്ടുവന്ന് ഇത് ഉരുക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തി. ആ ശ്രമം നടത്തിയ കാര്യം ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ അറിയിച്ചതിനെ തുടർന്ന് കോടതി ചോദിച്ചു എന്താണ് ഇപ്പം നിങ്ങൾ തീരുമാനം മാറ്റാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് താൽക്കാലികമായിട്ടാണ് ചെമ്പുപറ ഇടുന്നത്. ഇത് മറ്റേ സ്വർണ്ണപ്പറ കാര്യം ഒന്നും മിണ്ടാതെ ഇത് താൽക്കാലികമായിട്ടാണ് ചെമ്പുപറ ഇടുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ ഈ സ്വർണ്ണപ്പറ തിരിച്ചു വരണ്ടേ? ഇതിപ്പോൾ എത്ര വർഷമായി ചെമ്പ് കൊടിമരം സ്ഥാപിച്ചിട്ട്? 1 വർഷമായുള്ളൂ. ഈ ഉത്സവം ആകുമ്പോൾ 1 വർഷമാകത്തുള്ളൂ. അന്നേരം നമുക്ക് നമ്മളെ സ്വർണ്ണപ്പറ ഭഗവാന് സമർപ്പിക്കണം. സ്വർണ്ണമാണെന്ന് സ്ഥിരീകരിക്കല്ലോ, പിന്നെന്താ ഇവർ കിട്ടുക? അപ്പോൾ ഇത് ഒരുക്കി ഇലക്ട്രിക് പ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവരൊരു നീക്കം നടത്തി രഹസ്യമായിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ചില ആൾക്കാർ ഇവിടെ പ്രാദേശികമായിട്ട് ചില ആൾക്കാർ കടന്നുകൂടിയതുകൊണ്ട് എനിക്കൊരു സംശയം വന്നു. അത് ഉരുക്കിയെടുത്ത് 100 മില്ലിക്ക് ഇലക്ട്രിക് പ്ലേറ്റ് ചെയ്തിട്ട് ബാക്കി ഇവർക്ക് അങ്ങ് കസ്റ്റഡിയിൽ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. ഇപ്പോഴത്തെ ദേവസ്വം അധികൃതരെ സമീപിച്ചായിരുന്നോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്? ഞാൻ അന്നത്തെ സബ് ഓഫീസറും അതിൻ്റെ ACകളൊക്കെ എടുത്ത് സംസാരിച്ചു.
അങ്ങനെ 1190 എന്നുള്ള ഒരു ഹർജിയിൽ ഞാൻ ഇത് ബഹുമാനപ്പെട്ട കോടതിയെ അറിയിച്ചപ്പം ഇവർ വ്യക്തമായ തീരുമാനം പറയുന്നില്ല. 6 കിലോ സ്വർണ്ണമായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അതിലെന്തെങ്കിലും വ്യത്യാസമോ അങ്ങനെ എന്തെങ്കിലും? 6 കിലോ സ്വർണം എസ്റ്റിമേറ്റിൽ എടുത്തതാണ്. അത് 5.5 കിലോ സ്വർണ്ണം ഉപയോഗിച്ചു. 1/2 കിലോ സ്വർണം ഇവിടുത്തെ ഭക്തജനങ്ങളെ ഇതിൽ നിന്നെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ബാക്കി ഉപയോഗിച്ച സ്വർണം മൊത്തം അവിടെ കാണണം. ഇത് ഇതിനകത്ത് ഒരു ക്രമക്കേട് ആദ്യം വന്നെന്ന് പറഞ്ഞാൽ ചെമ്മണ്ണൂർക്കാരനാണ് അത് കൊടുത്തത്. അപ്പം സ്റ്റേറ്റ് ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചിട്ടപ്പം ഇത് ഫോറൻസിക് കൊണ്ട് പരിശോധിച്ചപ്പോൾ 20.1 ഉള്ളൂ. തീർച്ചയായും എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. ഈ ക്ഷേത്രത്തിൽ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഭക്തജനങ്ങളെല്ലാം തന്നെ ആഗ്രഹിച്ചതുപോലെയുള്ള സ്വർണ്ണക്കൊടിമരം അത് തിരികെ വേണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഉയരുന്നത്. ഇതിന് പിന്നിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ കൃത്യമായി പരിശോധിച്ച് അതിൽ നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് ആവശ്യം. കാരണം ഇത്രയും അധികം കാലമായും ഈ സ്വർണ്ണക്കൊടിമരത്തിൻ്റെ ആ സ്വർണ്ണപ്പറകൾ ഇന്നും ദേവസ്വത്തിൻ്റെ പക്കലുണ്ടെന്ന് പറയുമ്പോഴും അത് ഏത് രീതിയിലാണെന്നുള്ളതിനെ പറ്റി കൃത്യമായുള്ള വിവരമോ അത് ചാക്കിൽ കെട്ടി സൂക്ഷിക്കുകയാണെന്നൊക്കെയാണ് വിവരങ്ങൾ നൽകിയിട്ടുള്ളത്. എന്തായാലും ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ശബരിമലയിലടക്കം ഇങ്ങനെയുള്ള സ്വർണ്ണക്കവർച്ചാ വിഷയങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അവർക്ക് അവരുടെ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ആ സ്വർണ്ണക്കൊടിമരം എവിടെ എന്നുള്ള ചോദ്യമാണ് ഉയർത്താനുള്ളത്. അത് തിരികെ സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഉയർന്നു വരുന്നത്. KP യെസ്, അത്തരത്തിലുള്ള ആവശ്യം തന്നെയാണ് ശക്തമാകുന്നത്. എം മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.